എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചെടി കണ്ടില്ലേ? ഈ ചെടി ഇതിന് പറയുന്ന പേരാണ് കരിങ്കുറിഞ്ഞി എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് എൻ്റെ കയ്യിൽ. ചെറിയൊരു കമ്പാണ് എൻ്റെ കയ്യിലുള്ളത്. ഫുൾ ചെടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം. ഇത് കരിങ്കുറിഞ്ഞി എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് വളരെയധികം ആ, ഉണ്ടായിരുന്നൊരു ചെടിയാണ്. കരിങ്കുറിഞ്ഞി പലപ്പോഴും ഈ ലേഹ്യങ്ങൾ ഉണ്ടാക്കാനും കഷായം ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ചും വാതരോഗങ്ങളിലാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും വാതരോഗങ്ങൾക്ക് ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഈ ന്യൂറോളജിക്കൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ കരിങ്കുറിഞ്ഞി ഉപയോഗിച്ചുകൊണ്ടുള്ള ആ, മരുന്ന് പലതും ഉപയോഗിക്കുന്നുണ്ട്. അതായത് കരിങ്കുറിഞ്ഞി ഉപയോഗിച്ചുകൊണ്ടുള്ള മരുന്നുകൾ എന്ന് പറയുമ്പോൾ സഹചരാതി എന്ന് പറയുന്ന കഷായം, സഹചരാതി കഷായം, സഹചരാതി തൈലം മുതലായിട്ടുള്ള മരുന്നുകളിലൊക്കെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കരിങ്കുറിഞ്ഞി. കരിങ്കുറിഞ്ഞിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഞരമ്പുകളെയൊക്കെ ബലപ്പെടുത്തുന്നതിനും ഉള്ളിലുള്ള നീർക്കെട്ട് കുറയ്ക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ഈ കരിങ്കുറിഞ്ഞി നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നട്ട് സംരക്ഷിക്കേണ്ടുന്ന ഒരു ചെടിയാണ്. നമുക്ക് പലപ്പോഴായിട്ട് നമ്മുടെ നമ്മുടെ ചുറ്റുമുള്ള ചെടികൾ അന്യം നിന്ന് പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ചെടികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചെടിയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് കരിങ്കുറിഞ്ഞി. ഇത് മാത്രമല്ല, ശരിക്കും കരിങ്കുറിഞ്ഞിക്ക് കുറേ വെറൈറ്റികളുണ്ട്. ഒരു ആ, പല വെറൈറ്റികൾ, 3-4 വെറൈറ്റികൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അതിലും കൂടുതൽ വെറൈറ്റികൾ കരിങ്കുറിഞ്ഞിക്കുണ്ട്. കരിങ്കുറിഞ്ഞിയുടെ ആ, പിന്നെ ആ ഒരു എല്ലാ വെറൈറ്റികളും സംരക്ഷിച്ച് നിർത്തുകയും അത് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആയുർവേദത്തിലെ ഔഷധ നിർമ്മാണ മേഖലയിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മരുന്ന് കൂടിയാണ് ഈ കരിങ്കുറിഞ്ഞി എന്ന് പറയുന്നത്.